ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വലിയ നമസ്കാരം. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളെ വ്ളോഗിലേക്ക് നമ്മളെ എല്ലാവരും ആദ്യം തന്നെ വലിയൊരു വെൽക്കം ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ എടുത്തു നോക്കാണ്. ഒരു പിടുത്തമില്ല. നമ്മളിപ്പോൾ കാസർഗോഡ് പോവാണ്. നമ്മൾക്ക് ഇന്ന് പ്രോഗ്രാം പീപ്പിൾസ് കോളേജ് അല്ലേ? അതെ, പീപ്പിൾസ് കോളേജിൽ അവിടെയാണ് നമുക്ക് ഇന്നത്തെ ഷോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷനിൽ അല്ല, ഫസ്റ്റിലെ വ്ളോഗ് ആയതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല, ഇതെങ്ങനെ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ ഇതിലുണ്ടാവും അല്ലേ? അതിന് മുന്നോട്ട് നമ്മൾ ടീമിനെ പരിചയപ്പെടണം. എന്താണ് സംഭവം? സ്വാഗതം. അല്ലല്ലേ പോലെ നമ്മൾ പറഞ്ഞിട്ടില്ല വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഹായ് ഹായ്. നീ ക്യാമറമാനെ കാണിച്ചു കൊടുക്ക്. ക്യാമറമാൻ പേപ്പർ. തുടങ്ങിയ രാവിലെ തന്നെ തുടങ്ങിയോ? ചിക്കൻ കറി ഉണ്ട്. വണ്ടി നല്ല അതായത് യാത്ര അല്ലേ, യാത്ര അത്രയും ഉഷാറാവാൻ വേണ്ടിയിട്ട് സൽമുൻ്റെ അമ്മച്ചല്ലേ നമ്മളമ്മച്ചി ചിക്കൻ കറി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിപ്പത്തിരി വാങ്ങിയിട്ട്, കട്ടിപ്പത്തിരി അല്ലേ ഇതിൻ്റെ പേര്? കട്ടിപ്പത്തിരി അല്ലേ? പൊരിച്ചോട്ട് നമ്മളവിടെ കട്ടിപ്പത്തിരി ആരടാ കണ്ട് കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന കട്ടിപ്പത്തിരി. ഓക്കെ 58 59 60 61 62 സിനിമ കയറിയോ? അതല്ല, ലഗേജ് എടുത്തുണ്ടോ? ലുക്ക് ഇവിടെ ഉറങ്ങാനുള്ള നൻപൻ എന്ന് പറഞ്ഞതാണ്. നമുക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോ സുൽത്താനാണ് ഇരുന്നു. അതിൽ ഞാൻ ഇല്ല എന്നൊക്കെ എന്നോട്. ഇത് തണ്ടടാ. മൂപ്പര് മാരീഡ് ആട്ടോ. അത് പറയാൻ മറന്നു. നമ്മൾ വ്ളോഗ് കൊടുക്കുമ്പോ തന്നെ പറയണേ ഓരോരുത്തരെ ലുക്ക് അജ് കട്ട് ചെയ്തോ കുഴപ്പമില്ല, അത് നമ്മള് കയറ്റും. അത് ലുക്കുമാന് അന്നിപ്പോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു കുഴപ്പമില്ല, ഓ മാരീഡ് ആണ്. പിന്നെ സുൽത്താൻ മാരീഡ് അല്ല, ഇയാൾ മാരീഡ് ആട്ടോ. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഫാമിലി. നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനി അവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങളായിരിക്കും. കാരണം നമ്മൾ രാത്രി തീരെ ഉറങ്ങിയില്ല. കാരണം 6 മണിക്ക് ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ബാക്കി ചെറിയൊരു കട്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ തീർത്താനായില്ലേ? കാഞ്ഞങ്ങാട് എത്താനേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കാഞ്ഞങ്ങാടല്ലേ? ഞാൻ ഓണേക്കണേ അല്ലല്ല, ട്രെയിനിൽ കയറി തുടങ്ങി ഉറങ്ങിയ ആൾക്കാര്. ലുക്കു കിടന്നു, സെൽമു ഉറങ്ങി, സൈലാനും ഉറങ്ങി, ഞാനും ഷിയാബ്ക്ക് മാത്രം ഉറങ്ങിയിട്ടില്ല, സുൽത്താനും ഉറങ്ങി അല്ലേ? നിങ്ങൾ എന്താ ഉറങ്ങാത്തിന്റെ കാരണമാവൂലേ? കാരണമൊന്നുമില്ല, ഉറക്കം ഒന്നുമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉറങ്ങിയില്ല ശരിക്ക്? ഉറങ്ങി ഒരു 4 hour. എത്ര? 4 മണിക്കൂർ. ഒരു നിങ്ങൾ മറ്റേ ചെയ്യോ? കട കാണും രാവിലെ തന്നെ. ഇന്നലെ ഇതൊക്കെ വ്ളോഗൊക്കെ അയച്ച് നല്ല കുറ്റിയായിരിക്കാണ്. എന്താണ് മറ്റൊരു ഓർമ്മ? അതായത് നമ്മളെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് ആർട്ടിഫിഷ്യൽ ഫീലൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ മെയിൻ ആർട്ടിഫിഷ്യൽ ഫീലുള്ള ആൾക്കാരോ?
പക്ഷെ നമ്മള് നേരെ ഇറങ്ങിയിട്ട് പ്രോഗ്രാമിനാണ് പോണത്. അപ്പൊ നമ്മള് ഫുള്ള് സെറ്റ് ആക്കാറ്. അവിടെ നമുക്ക് വല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആവാൻ പറ്റൊന്നുമില്ല അല്ലേ? അങ്ങനെ വിചാരിക്കാം. അവിടെ ഷേപ്പൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, ഇല്ല, റിയൽ ഹ്യൂമൻ പവർഫുൾ കംബാക്ക് എന്നൊക്കെ ഞാൻ പറയട്ടെ. കിട്ടിയ മൂപ്പർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതായത് സൗണ്ട് എഞ്ചിനീയറിംഗ് എങ്ങനെ കാര്യങ്ങൾ, അതിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യണ ഒരു പേജ് ഉണ്ട് മൂപ്പർക്ക്. മൂപ്പരാണ് ഫുള്ള് ഹാൻഡിൽ ചെയ്യണത്. മൂപ്പരാണ് ഫുൾ A to Z ഹാൻഡിൽ ചെയ്യുന്ന എല്ലാം, വീഡിയോ പ്രൊഡക്ഷൻ കാര്യം. അതെന്തൊരു എളിമ. അതിവിടെ ഒരു വിഷയമുള്ള കാര്യമില്ല. എല്ലാവർക്കും ഓരോ കാര്യം. ഇപ്പൊ നമ്മൾ വ്ളോഗ് തുടങ്ങിയപ്പോ നമ്മൾ അടിപൊളിയാണോ അല്ലാത്ത അല്ല, അത് നമ്മള് റെഡി ആയി വരലാണ്. വീഡിയോസുകളൊക്കെ സ്റ്റുഡിയോ ചെയ്തതൊന്നല്ല, വർക്കുകളാണ്. അല്ല കാഞ്ഞങ്ങാടല്ലേ ഒന്നുമില്ല, സൗണ്ട് എഞ്ചിനീയർ ശ്രദ്ധിക്കും, അദ്ദേഹത്തിന് വേണ്ട സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. എന്താണ് അങ്ങനെയല്ല, നമുക്ക് അതുവഴി പോകാം. ഓവർ ബ്രിഡ്ജോ? അല്ല, എങ്ങനെ പുറത്തിറങ്ങാൻ എന്താ മാർഗം? അല്ല മൗരെ എങ്ങനെ കാർ ഇവിടെ ഉണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ടേ നമുക്ക് പോകാനുള്ള കാർ വന്നിരിക്കുമോ? നമുക്ക് പോകാനുള്ള കാര്യം വന്നിരിക്കുമോ? അതല്ല, നമുക്ക് അരുത്തന്നെ വേണമായിരുന്നു പറഞ്ഞല്ലോ. ട്രെയിനിന്റെ അരുത്തന്നെ വേണമായിരുന്നു. നമ്മളെ കൂട്ടത്തില് ഒരു അതൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു ചിന്തയും അങ്ങനെ ഒരു സ്ട്രെസ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ആ പോണത്. അതെ, കല്യാണം കഴിഞ്ഞല്ലോ ആരെയും പറയോ? അതെ, കല്യാണം കഴിഞ്ഞ ടെൻഷനോ എന്തെങ്കിലും? അതെ, ഒന്നുമില്ല. എന്ത് എന്താ പറയാ, ഓക്കെ. അതല്ല ഫുഡ് നമുക്ക് അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് വിളിച്ചിട്ടേ നമുക്ക് പോകാനുള്ള കാറ് വന്നിരിക്കുമോ ചോദിച്ചു. ഈ ബാഗ് ഞാൻ പിടിക്കണോ? ഇദ്ദേഹത്തിന് ലിഫ്റ്റ് വേണം മനവും. ഈ ബാഗ് ബാബിനുള്ള ലോഡാണ്. ഇതാണോ വണ്ടി? ഒരു വണ്ടി വരുന്നുള്ളൂ. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഒന്നുണ്ട്. നമ്മളിതിൽ കയറിയിട്ടാണ് സാധനങ്ങളൊക്കെ. അതിന്റെ ബാഗ് ഇതിലെത്ര ആളെ പോണേ? നമ്മള് ഓലൊരു വണ്ടി കൂടി വരുന്നുണ്ട്. നമ്മളെല്ലാരും കൂടി, നമ്മൾ 6 ആളുണ്ട്. എല്ലാരും കൂടെ ഒരു വണ്ടിയിൽ പോകില്ല, വേറെ വണ്ടി കൂടി വരുന്നുണ്ട്. ഞാൻ മഞ്ചേരി, നല്ല തിരക്കായോണ്ട് സൈഡാക്കി ബാഗൊക്കെ ഉണ്ടല്ലോ. മൂപ്പരൊക്കെ വ്ളോഗ് ഓൺ ആയിക്കണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വലിയതാകുന്നത്. മറിച്ചിട്ടാണ് BMൊക്കെ പാർട്ട്നേഴ്സ് ആണോ? ഇവന്റെ പേരെന്താ? ട്രിനിറ്റി യൂറോ എന്താണ്? ന്യൂറോ സ്പാക്സ്. വ്ളോഗ് ഓൺ ആയിട്ടോ? ഞാൻ സീനില്ല, നോ പ്രോബ്ലം. അതാ കാണിച്ചു ആയി പറഞ്ഞ വ്ളോഗില്. ടാങ്ക് ലോക്ക് ചെയ്യാനോ? ഓക്കെ 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 ഓക്കെ. സാറാണ് നിങ്ങളെ ഒരു നിന്നു ഞങ്ങൾ വരാനോ? ഓ ബ്രോ പരിചയപ്പെട്ടില്ല. പാർട്ട്നേഴ്സ് അല്ലേ? അഭിരാം. ഇതിലൊക്കെ നിങ്ങൾക്ക് കോളേജിലെ സ്റ്റുഡൻസ്? അല്ലല്ല, ഇവന്റിന്റെ അവര് പാർട്ട്നേഴ്സ് ആണ്. നമ്മളെ പ്രോഗ്രാമിന്റെ ഇവന്റിന്റെ പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഉഷാറല്ലേ? കേട്ടാ മതി, പേടിക്കണ്ട, ഞങ്ങളെ ഫസ്റ്റ് വ്ളോഗാ.
അതിനെല്ലാ ഇതാ ഒരു ഐഡിയ ഇല്ല, നമ്മളങ്ങോട്ട് ഓണാക്കി വെച്ചിരിക്കാം. നമ്മൾ വേറെ റൂമൊക്കെ ഓക്കെ ചോക്കില്ല. ചോക്കൊന്ന് വലിച്ചു നോക്കിയേ. ചങ്കിന്റെ അതല്ല, ചങ്ക് കാലിങ്ങനെ അതല്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ചാട്ടായി അതിന്റെ അടി കൂടെ ഒരാളേ ചാവി ഓണല്ലേ. അതെ, ഇപ്പൊ അടുത്ത് സോഷ്യൽ സർവീസ് ചെയ്തു, കിടില സർവീസാ. പക്ഷെ അതെന്താ വെച്ചപ്പോ മറന്നു. പേപ്പർ പോയി. എന്റെ കസിൻസ് ചോദിക്കും കടലാസ് നീ ജയിച്ചു. കല്യാണം കഴിഞ്ഞ ആൾക്ക് പറയാണ്ട് അതായത് വിവാഹിതനും ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങളെ വ്ളോഗില് നമ്മളെ നമ്മളെ ഗ്യാങ്ങിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ച ആളാ. അതായത് 22 വയസ്സിൽ 22 അറേഞ്ച്ഡ്, അതും അറേഞ്ച്ഡ്. ആധാർ കാർഡ് എനിക്ക് 22 വയസ്സ്. ആ ഫോട്ടോ അത് ഞാൻ എഴുതി കൊടുത്ത്. അത് പാളിയതാണ്, അത് ആധാർ കാർഡ് അല്ല. പക്ഷെ അതില് വേറെ പ്രശ്നമുണ്ട്. ഇതില് ഈ ഷിഹാബുദ്ദീൻ എത്ര വയസ്സ് കൊടുത്തത്? ഈ 37 ശരിക്കും 73 ഷിഹാബുദ്ദീൻ ഷിഹാബ് മാവൂര് മൂപ്പര് നമ്മള് മാവൂരെ വിളിക്കണേ. മൂപ്പര് മാവൂരാരനാണ്. പിന്നെ നമ്മക്ക് ഏറ്റവും കംഫർട്ട് അല്ലേ, പഴയ ജവഹർ മാവൂര് ടീമിലൊക്കെ പ്ലെയർ മൂപ്പര്. ബോൾ ബോയ് ഞാൻ വിശ്വസിച്ചടാ. ഇന്നലെ എനിക്കൊന്നാമത് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തോണ്ടാ ആ കടക്കാരൻ ഇന്നലെ ഊക്കി വിട്ടു. ഇപ്പൊ ഇന്നലെ മമ്മൂട്ടി ഏതാ നമ്മൾ ജെയ്സ് എടുക്കുമ്പേ റൂണിന്റെ ജെയ്സ് ഉണ്ട്, എനിക്ക് പാകാവുന്നൊക്കെ വല്ലതും അറിയണ്ടോ? നിങ്ങൾ കേട്ടോ പറഞ്ഞ് എന്താ പറഞ്ഞേ? ഇപ്പൊ മറ്റേ അതിന്റെ വീഡിയോ ഉണ്ടല്ലോ, ഓരോ പ്ലേയേഴ്സിനെ തടിച്ചിട്ടുള്ള, അത് കണ്ട് പറയാ റൂണി തടി ഉണ്ട്. റൂണി എവിടെ തടി പേക്കാ? തടി കുറഞ്ഞടാ, തടി കുറഞ്ഞേ കാര്യത്തില്. പരിചയപ്പെടുന്ന ടൈമിനൊക്കെ ബാബി ഇല്ലല്ലോ. നിങ്ങൾ അന്നും എന്നോട് അതാ പറഞ്ഞു, നിങ്ങൾ നല്ല മെലിഞ്ഞിട്ടുന്നാണല്ലോ പറഞ്ഞു. ഇപ്പൊ തടി വളരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 20 നിങ്ങളെ ഹാപ്പിയാനോ? തടി കുറഞ്ഞുണ്ട്. 2 വണ്ടികൾ എത്തിട്ടോ. 2 വണ്ടികളും എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തോ? കൊടുക്ക, അത് വേണോടാ. അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണുണ്ടാ ശിവൻകുട്ടി. സുൽത്താൻ ലുക്കൂടെ മറ്റേ ഞാൻ കൺജസ്റ്റഡ് ആവും. വ്ളോഗ് ബ്രോ നിങ്ങളെ ഫോണ് ഓക്കെ ഫൈൻ. എന്തിന്റെ കിയാ? ആ ഓക്കെ. ഇത് പരിപാടി നടക്കുന്നു. എങ്ങനെ എന്താ വെക്കണ്ടേ? അടച്ചോ. അതിലിതുണ്ട്. ഏത് സന്നാങ്ങളെ മോനെ പൊയ്യമ്മ പോന്നിക്കണേ വെക്കുമ്പേ അത് ടീം വിഗു. അത് വിഗും അത് വീന്നാണ് ഉദ്ദേശിച്ചത്. വിയോ മാറ്റിയടാ. അതായത് അപ്പൊ ഞമ്മക്ക് വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി സെറ്റ് ചെയ്തു. നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ ഫ്രണ്ടിലുണ്ട്. നമ്മളതില് റൂമിൽ പോയിക്കൊണ്ടിരിക്കണം. ഈ റൂമിൽ പോവാ, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഉച്ചയ്ക്ക് ശേഷം നേരെ സ്റ്റേജ് അല്ലേ?
നമ്മളിവിടെ ഇതിന് മുന്നേ വന്നിട്ട് മിണ്ടില്ലേ? അദ്ദേഹം വന്നിട്ടുണ്ട്. വന്നിട്ട് മിണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടോ ഷിയാബ്ക്ക? വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അനിയറ്റൊരു ക്രൗഡില്ലാന്ന് വന്നു. അനിയറ്റൊരു ക്രൗഡില്ലാന്ന് വേറെ ഓ ചളി പറയറ്റല്ല, ചളി മറക്കണ. ഓ എന്താ പറഞ്ഞറിയോ? ട്രെയിനിൽ കയറിക്കാണ്ട് സിയാബാക്ക ട്രെയിനിന്റെ മൈലേജ് എത്രയാണ്? ഞാൻ കാര്യത്തിൽ എന്റെ മൈക്ക് തിരിച്ചപ്പോഴില്ലേ, ഓങ്ങോട്ട് തിരിച്ചപ്പോഴല്ലേ ഞാൻ കയ്യിന്നിടാൻ നിക്കേനി. അതിപ്പോ ഇലക്ട്രിക് എന്ന് പറയാ തോന്നിയില്ലത്. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത്. ഞാനിപ്പോ ഇലക്ട്രിക് ആകുമ്പോന്നൊക്കെ പറയാൻ നിക്കേനു ഇപ്പരോട്. ഞാന് ഡ്രൈവർ ഒന്ന് കോൾ ചെയ്യാന്ന് കരുതിയിരുന്നു. ഓ മതിരിങ്ങളെ മൈലേജ് അറിയണല്ലോ. അതെ അതെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാല് മൈലേജ് നമുക്ക് ചോദിച്ച് അന്വേഷിക്കണം. നമുക്കറിയാമോ അല്ല തിരേനിന്റെ മൈലേജ് അല്ലേ? ട്രെയിൻ അവര് കറണ്ടിലാണ് ഓടുന്നത്. ഇവിടെ ഫ്രീ, ഇവിടെ ഫ്രീ, ഇവിടെ ഫ്രീ. ഓക്കെ ഇവിടെ എന്താ നമ്മള് വീട്ടിൽ ഓക്കെ ഫൈൻ, വീട്ടിലാണ്. കിട്ടില്ല. ഈ പയ്യൻ വന്നത് ചുമ്മാ അങ്ങ് പോകാനല്ലേ? ടയർ ഇറങ്ങി. അല്ല അതവിടെ എഡ്ജാണ്, സീനാക്കണ്ട. മെനു അല്ലേ നമുക്ക് ഇവിടെയാണ് അല്ലേ? ഞാൻ കാര്യം പറയട്ടെ, റൂമിനേക്കാൾ എത്ര കംഫർട്ട് ഇതാ. ചുട്ടുവെള്ളം കിട്ടും. ബാഗ് എടുക്കണ്ടേ? അപ്പോൾ നമ്മൾക്ക് ഫുഡ് ഫേവറേറ്റ് നെയ്പത്തൽ. എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ. അല്ല കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഈ സാധനം ഇത് ഇവിടുത്തെ മെയിനാണ്. ഫുഡ് കഴിച്ച് എന്താ അഭിപ്രായം? അടിപൊളി ഫുഡ്, എസ്പെഷ്യലി എന്താ നെയ്പത്തൽ 3 നെയ്പത്തൽ വെച്ചു. ഈ ചിക്കൻ കറി കാണിച്ചു കൊടുക്കാല്ല. അങ്ങോട്ട് എൻട്രി ചെയ്തില്ല. അടിച്ചാണ്ട് പുറത്തിറങ്ങിയപ്പോ ഒരു മുതൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അത് ഇലക്ട്രിക് BYD ഇലക്ട്രിക് ആണ്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി നേരിട്ട് കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സൽമോനും ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഷാബ്ക്കാക്ക് ഇഷ്ടമല്ല വണ്ടി? ഇതെന്താ വെച്ചാൽ BMW. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വണ്ടി കാണുന്നത്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ നോക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഇതാ മൂപ്പര്. ബ്രോ, വണ്ടിയുടെ ഓണർ ഇതാ മൂപ്പര്. ഒരു ഹായ് പറഞ്ഞേ. വാ അടിപൊളി. ഇത് പക്ക മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് ജിംലെ കോൺസെപ്റ്റ് ഒക്കെയാണ് തോന്നുന്നത്. ഞാനിതിൻ്റെ റിവ്യൂ കണ്ട സമയത്ത്. അതെ, ലൈക്ക് പക്ഷെ അത് ഇതിൽ കാണില്ലല്ലേ? അല്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ പാറ്റേണിലല്ല, മറ്റേ BYD ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയല്ലേ, ആ ഒരു പാറ്റേണിൽ തോന്നുന്നുണ്ട്. ഇത് റൂഫ് തുറക്കും. അത് റൂഫ് ഫുള്ള് 360 ഡിഗ്രി ആയിരിക്കും. എന്നാലും നമുക്ക് സുഖമായിട്ട് നീച്ചിക്കല്ലേ. ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്. നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ മറ്റേ സൺറൂഫിൽ തന്നെ നമ്മളെ കൊള്ളാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് അടിപൊളി. അതെ അതെ, ഏത് വണ്ടിന്റെ സൺറൂഫിലും BM കയറില്ല. ഈ കാർ റിവ്യൂ ഒക്കെ എടുക്കുന്ന ഇത് കാണണമെങ്കിൽ അങ്ങനെ പറയരുതല്ലേ? ഇതിന്റെ റൂഫ് ഓൺ ആക്കാൻ പറ്റുമോ? അല്ലേ ചങ്കേ? കാറിന്റെ റിവ്യൂ ഒക്കെ പറയുന്നവരേ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളെ ട്രോൾ ചെയ്യരുത്. നമ്മളെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ പറയണത്. പക്ഷേ ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ പക്ക സാധനമാണ്. ഓക്കെ, ഗിയർ പാഡൊക്കെ നോക്കി പക്ക ക്രിസ്റ്റൽ അല്ലേ? ക്രിസ്റ്റൽ ഒരു മാറ്റം കേട്ടോ. ഇങ്ങനെ പറയണേ, ഇതിൻ്റെ ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെന്താണ് ഫസ്റ്റ് റൊട്ടേറ്റബിൾ ആണ് ഈ സാധനം. ബ്രോ, ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ലേ? ഇൻഫോർടൈൻമെന്റ് ശരിക്കും റൊട്ടേറ്റ് ചെയ്യില്ലേ? കണ്ടോ ഇതാ ഈ സംഭവം. ലൈക്ക് ഓക്കെ, സുൽത്താനത്ത് വൈഡ് പെർഫോമൻസ്
ആണ് മെയിനായിട്ട്. 5 സെക്കൻഡിൽ 100 സ്പീഡിലേക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡിൽ കയറും. എങ്ങനെയുണ്ട്? ഏയ് അത്യാവശ്യം ഉണ്ടടാ. കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഒരു മിനിറ്റിൽ കയറില്ലേ? ഒരു മിനിറ്റിൽ കണ്ടെത്തും. ഷാബ് ഖാൻ്റെ വണ്ടി 1 മിനിറ്റിൽ 100 crore. വണ്ടി ഏത് പറയൂ? ടാറ്റൻ്റെ ഏത് മോഡൽ പറയും? മോഡലൊന്നും പറയില്ല. ഹരിയർ. ഷാബ് ഖാൻ കാണുന്ന പോലല്ല, ഒരുപാട് ലെജൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഇപ്പം നമ്മളുടെ കൂടെയാണ്. ഇപ്പം നമ്മൾ ലെജൻസ്. 3 ദിവസം മുന്നേ കല്യാണം ഇവിടെ. അതാണ് ഇവിടെ പന്തലൊക്കെ ഇട്ടിരുന്നേ. പന്തലും കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ കല്യാണം 3 ദിവസം മുന്നേ കല്യാണം നടന്നിരുന്നു. അപ്പോൾ BMA കല്യാണ ചെക്കനും പെണ്ണിനും വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പാട് അല്ലേ? പാടല്ലേ? ഒരു പാട്ട് കൊടുക്കണം. ഒരു ചെക്കനും ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് ഇവിടെ ഇരിക്കാം. ഇവിടെ ലൈറ്റ് അതോ ഇവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. എന്തേ? അതെ, ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് വ്ലോഗായിട്ടേ വന്ന് അല്ലേ, ഇതുപോലത്തെ ഒരു മൊമെന്റ് കിട്ടി. അതെ, കുറേ കണ്ടന്റ് കിട്ടി. കാരണം ഇവിടെ 3 ദിവസം മുന്നേ അല്ലേ, 3 ദിവസം മുന്നേ അല്ലേ, 3 ദിവസം മുന്നേ ഒരു കല്യാണം ഇവിടെ ആയിരുന്നു ഇവിടെ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടില്ലേ. അതെ, 3 ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞ പുതിയ എന്താ ജൗഹർ അല്ലേ? ജൗഹർ. മണവാട്ടിന്റെ പേരെന്താ? മംനൂന. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു സോങ് നമ്മൾ പാടാണ്. മധുവർണ്ണ പാടാം. എല്ലാവർക്കും അറിയണം. ഒരുമിച്ച് പാടാം. എല്ലാവരും പാടാം. മധുവർണ്ണ പൂവല്ലേ, നറുനിലാ പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, മധുവർണ്ണ പൂവല്ലേ, നറുനിലാ പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ. പൂമാരൻ നിനക്കീതാ വരുന്നു മോളെ, മുഹബത്തിൻ കുളിരുമായി ഇതാ വരുന്നേ, മധുവർണ്ണ പൂവല്ലേ, നറുനിലാ പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. പെണ്ണ് വന്നിട്ടുണ്ട്. ചെക്കനും പെണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 2 പാട്ട് പാടിട്ടില്ല എന്നാ. നിങ്ങൾ പാടണം. കയ്യിലച്ച മറ്റേ ഈ പാട്ടില്ലേ, റഫ്ത റഫ്ത. ആ പാടി പാടി. ഓ रफ्ता रफ्ता वो मेरी
हस्ती का सामान हो मेरी रफ्ता रफ्ता हो मेरी हस्ती का सामान हो मेरी पहले जान फिर जाने जान फिर जाने जाना वो मेरी रफ्ता रफ्ता वो मेरी हस्ती का सामान हो मेरी അടിപൊളി, സൂപ്പറായി സൂപ്പറായി. 5 സെക്കൻഡ് പാടി, രണ്ടുപേരും പാടിക്കോ. നമ്മൾ ഉറക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പ്രോഗ്രാമിന് ഇറങ്ങാണ്. അപ്പോൾ ബാക്കി അതായത് പോവാണ് ഉറക്കത്തിന് തൊക്കെ നീച്ചിട്ട് ഇറങ്ങണം. ഒരു ഹൈ പറ, ഹൈ പറ അവരെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് BYD-ലാണ് പോകുന്നത്. നല്ല തൃപ്പത്തിലാണ്. BYD-ലെ ഫസ്റ്റ് യാത്ര നമ്മളെ അല്ലേ BMA? നമ്മളെ പ്രോഗ്രാമിന് നമ്മളെ എൻട്രി BYD-ലാണ്. ഈ അവിടെ ഏറ്റവും ഇഷ്ടം ഈ സംഭവം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നേ. അങ്ങനെ ഞാനൊക്കെയാണ് വണ്ടി എടുത്ത് ഓടിക്കണെങ്കിലേ ഈ റോഡിനൊന്നും വരികയില്ല. ടെൻഷനായിട്ടില്ലേ? പിന്നെ കൂടെ പോസിബിൾ അല്ലത്. ഓക്കെ വീതി അല്ല നല്ല ഇതല്ലേ നിങ്ങളല്ലേ ടെൻഷനെ കണ്ടിട്ടില്ലേ? ആകെ പീക്കിലേ കാണികളെ മുൻമുഴയിൽ നിർത്തിക്കൊണ്ട് BYD-ലുള്ള യാത്ര. നമ്മുടെ കൂടെ ചേരുന്നു. നിങ്ങളുടെ പേരെന്തേനി? ജസീർ ബ്രോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വന്നിട്ട് എൻ്റെ ടീഷർട്ടിൻ്റെ കളറും ഒക്കെ ഭയങ്കര രസമുള്ളൊരു വൈബ്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പരിപാടിക്ക് തന്നെ കോസ്റ്റ്യൂം ഇതല്ല കേട്ടോ, വേറെ കോസ്റ്റ്യൂം ഉണ്ട്. അതെ, ന്യൂ ലുക്ക്. ഗൈസ് BYD ഇവിടെ സ്കൂളുണ്ട്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? അത് രാവിലെ വന്നപ്പോ കണക്ഷൻ മറന്നാണ്. അതല്ലടാ, അടുത്ത് വല്ല സ്കൂളുണ്ടാവും. ഫുഡ് സ്പോട്ടൊക്കെ വന്നേക്കാൻ ചിലപ്പോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. വല്ല ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാനോ. ബീഫ് കഴിക്കൂല, ഞാൻ കഴിക്കൂല. എനിക്ക് ബീഫ് അലർജിയാ ഗൈസ്. ബീഫ് മട്ടൻ ഒന്നും ഞാൻ കഴിക്കൂല. റിവീൽ ചെയ്തു ബ്ലോഗ് കൂടെ റിവീൽ ചെയ്തു. ചിക്കനും മീന് പറ്റും. മീൻ തന്നെ കുറെ മീന് പറ്റില്ല. മീന് കുറെ മീനെ പറ്റൂല, ചില മീനുകൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അലർജിന്റെ പ്രശ്നം എനിക്ക്. കഴിച്ചു കഴിഞ്ഞാ പിന്നെ എന്താ ചങ്ക അവസ്ഥ? കഴിച്ചു കഴിഞ്ഞാ പിന്നെ എന്തേ കാര്യം? ചെമ്മീന് അയിലൊക്കെ അല്ലേ? അയിലൊക്കെ അതില് ചില സമയത്ത് ചിക്കനാന്ന് പറഞ്ഞ ബീഫ് ബിരിയാണി. അപ്പോഴാ പിന്നോട് പറയണേ ബീഫാണ്.
എന്തായാലും ഇഞ്ചക്ഷൻ വെക്കണം. 2 ദിവസം റെസ്റ്റ് കഴിച്ച് പോയി. കയറി പോണൊക്കെ മേലെ കണ്ടു മേലെ ഡ്രോപ്പ് ഇങ്ങനെ പോയി. നല്ല രസാ ഡ്രോപ്പ് പോയതണ്ട. നല്ല രസം. 5 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡല്ലേ? ഇതിന്റെ മേലെ ഒരു പെർഫോമൻസ് എന്നിട്ടൊരു വേരിയന്റ് ഉണ്ട്. അത് 3.8 സെക്കൻഡ്. 3.8 സെക്കൻഡോ? അതായത് ഇതിന്റെ മേലൊരു സാധനം പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് അത് എത്ര 3.8ഓ? ടെൻഷനായി അയാളെ മുന്നിരുന്നല്ലേ? മുന്നിൽ നിന്നില്ലെങ്കിൽ ഛർദിക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാവർക്കും പലർക്കും ഉണ്ടാവും. അല്ല സീരിയസ്ലി വെറുതെ പറയണേ. മുണ്ടാട്ടൊന്നുമില്ലല്ലോ. ഉണ്ടായിട്ടൊന്നുമില്ല. മൂപ്പര് പെട്ടെന്ന് സ്പീഡ് അപ്പൊ ഇങ്ങനെ കാളാണ് ഇവിടെ. നമ്മള് തന്നെ ഫസ്റ്റ് ടൈം ആണ് BYD എൻട്രി ഇടുന്നില്ലേ പ്രോഗ്രാമിന്? BYD കയറുന്നത് ഞാൻ ആദ്യമായിട്ടാ. ഞാനത് പറഞ്ഞല്ലേ BYD എൻട്രി ഇതൊക്കെ വലിയ ഉപയോഗിക്കുന്നില്ലേ ഗൈസ്. ഞങ്ങള് ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ്. റോഡ് നോക്കി. എന്നാലും വഴി അങ്ങോട്ട് കാണിക്കണ്ടില്ലേ? പോയിക്കോളിന്ന് പറയണ്ട നമ്മളോട്. പെട്ടില്ലേ? ചെറുതായിട്ട് എന്തിനാ പെടാത്ത ഇങ്ങനെ അടിച്ചില്ല. ചോദിച്ചോ എന്താ പരിപാടി? എത്തോടെ പരിപാടി അയ്യാതിരി ശരിക്കും ഒരു കാക്കൊക്കെ വരുമ്പോഴേ അവര് കേറി ചോറി ചോറിയും. ഞാന് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കണ്ടിട്ടാണ് പോയി വിചാരിച്ചിട്ടാണ്. ഇറങ്ങണില്ലാതെ പറ്റില്ല. കറങ്ങിയേറി കുട്ടിന്റെ പരിപാടി തോന്നുന്നുണ്ട്. സുന്നത്ത് കല്യാണം ഇവിടെ അങ്ങനെ പരിപാടി ഉണ്ട്. ഇവിടെ സുന്നത്ത് കല്യാണത്തിന് നല്ല പരിപാടി കാരം. ആ കുട്ടിക്കാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സാധനങ്ങളും കിട്ടും. കൊറേ പൈസ, നോട്ടുമാലൊക്കെ. ഇവിടുന്ന് സുന്നത്തല്ല കളിച്ചേ. നമ്മളും കഴിച്ചേ. നമുക്ക് കിട്ടി 2 ബൂസ്റ്റ് കുപ്പിയും 2 മുട്ടയും കാടമുട്ട. അതേമാതിരി പൈസ എടുക്കണ ഒരു പാത്രം ഉണ്ടാവും. എനിക്ക് ആകെ 100-200 കിട്ടിയിട്ടുള്ളൂ. ഇനി പാലിച്ച് ഞങ്ങള് കോളേജിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മള് ഷോന്റെ കോളേജിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. അതും സെറ്റല്ലേ? നമ്മളെ എൻട്രി ഇടാൻ പോവാണ്. എൻട്രി ഇട്ടാലും നല്ല ഓക്കെ. സത്യം തരോ പരിപാടി ആർക്കും അല്ല ആരോ വരുന്നത്. നോക്കണൊക്കെ ആരോ പേരിട്ട് യോഗത്തിലേ വരും മൈൻഡില് ആരെ കൊട്ടി നോക്കണൊക്കെ ആരാ എന്നുള്ളൊരു മൂടില്ല. അവിടക്കൊന്നും മനസ്സല്ല. സോറി. ഓക്കെ. അപ്പൊ നമ്മള് കോളേജിന്റെ ഉള്ളിൽ കോളേജിന്റെ കാര്യം എന്ന് വെച്ചാല്
സെറ്റല്ലേ? ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തോട്ടെ, എല്ലാവരുടെ കൂടെ ഫോട്ടോ. അതൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാം. സംസാരിച്ചോട്ടെ. സീരിയസ്ലി എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും സൽമാനും അത്ര ഹാപ്പി ആയതുകൊണ്ട് പറയുന്നത്. ഞാനും സൽമും സോറി എസ്വിനെ ഞങ്ങൾ വിളിക്കാതെ ഞങ്ങൾ രണ്ടുപേരും 14 വർഷമായി ഒരുമിച്ചാണ് ഇതുപോലെ പെർഫോം ചെയ്യുന്നത്. ഇപ്പോ ഇവിടെ വരുന്നത് വരെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ കാറിൽ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയം വരെ നമ്മുടെ മൈൻഡിൽ ഒരു എക്സ്പെക്ടേഷൻ പോലും ഇല്ല. കാരണം ഇതുപോലെ പിള്ളേരെ കിട്ടുന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിനെ കിട്ടാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെ, വന്ന പോലെയാണ് എല്ലാവർക്കും. വെരി ഹാപ്പി. സീരിയസ്ലി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഒരുപാട് റീൽസ് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്, മൂവി സോങ്സ് പാടിയിട്ടുണ്ട്. എന്റെ സൗണ്ട് അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോലെ പറയുവാണ്, പവറിൽ പാടിയിട്ട് എന്റെ വോയിസ് അടച്ചിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നൈസായിട്ടോട് ക്ഷമിക്കാം. പിന്നെ എന്റെ ചങ്കന്റെ കൂടെ ഉള്ളതുകൊണ്ട്
പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് കാരണം നിങ്ങൾ വെറുതെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പാടുകയാണ് കുട്ടികളൊക്കെ എണീച്ച് വരുമോ നമ്മൾ പാട്ടിലേക്ക് എണീച്ച് വരുമോ നമ്മൾ കൂടെ ഡാൻസ് ചെയ്യുമോ പാട്ട് പാടുമോ ഒക്കെ തെറ്റിച്ച് എല്ലാവരും ഞങ്ങളുടെ കൂടെ അപ്പൊ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു. ടയർഡാണ് സെൽമൂടെ. ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മള് വേഗം പോകണം. നമുക്ക് 1 hour കൊണ്ട് അവിടെ എത്തണം. പിള്ളേരെല്ലാരും പ്രോഗ്രാം ചെയ്യുന്ന പുറത്തല്ലേ. റൈറ്റ് എടുത്തോളിട്ടോ. ബാക്കത്തെ മിഡിലെ ബെൽറ്റ് ഒന്ന് ഇട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കി, വണ്ടിയും ചേഞ്ച് ആക്കി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഓക്കെ, ഇനി ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് 6:52 ട്രെയിനിന് 6 മിനിറ്റിന് മുന്നായിട്ട് ഇതാ കാട്ടുകൂടെ കൊണ്ടുവന്നാണ്ട് നമ്മളതാ BYD കാറൊന്നും ലൈഫിൽ BYDക്ക് ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ് ശരിക്കും. ഓഫ് റോഡാ BYD പോകുന്നത്. അമ്മാരി വരെ പോകുന്നത്. ഹബീബി താങ്ക് യു. സെൽമോ മൂപ്പരെ ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ മെസ്സേജ് ആക്കിട്ടോ, വീണ്ടും കൂടാ. ഇതിനായിട്ട് വിളിക്കട്ടോ. കാണാം. ഓക്കെ ആയിക്കോട്ടെ കേട്ടോ. എടാ ഇവിടുന്ന് അള്ളാഞ്ഞ് കേറാത്ത കാട്ടെ ഞാന് ചേറോ സൽമാനെ നല്ല സന്തോഷത്തിലല്ലേ? നല്ല സന്തോഷത്തിലാണ്. അത് ഞാൻ ഇവിടെ കടന്ന് പുഴുങ്ങണിച്ച് കാണും. എടാ അങ്ങോട്ട് തിരിച്ചല്ല, അങ്ങോട്ട് പോ. ഞാൻ നോക്ക് ട്രെയിൻ വരും കേട്ടോ. ആ ട്രെയിനോടൊപ്പം എത്തും. ടെൻഷനാക്കട്ടെ. കൈ കൊണ്ടടി. ഓക്കെ, അപ്പൊ നമ്മള് ട്രെയിന് കിട്ടേക്കൂലേ? വേഗം വാ. ആ ഇവിടെ വരുന്നു. വേണ്ട. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളിതാ ട്രെയിന് കിട്ടില്ല എന്നാണ്ട് നമ്മളിവിടെ എത്തി. ഇൻഷാല്ലാ ട്രെയിനിൽ കയറട്ടെ. ഭയങ്കര ടയർഡാ അല്ലേ? അതെ, എല്ലാവരും നല്ല ടയർഡാ. പിന്നെ പ്രോഗ്രാം കിട്ടില്ല പ്രോഗ്രാം ആയിരുന്നു. പീപ്പിൾസ് കോളേജിലെ എല്ലാവരും പിള്ളേരൊക്കെ അടിപൊളി. പവർ പിള്ളേർ ഒന്നും പറയാനില്ല. പവർ സാധനം. എങ്ങനെയായിരുന്നു പരിപാടി?
എന്താണ് പരിപാടി കണ്ടിരുന്നു? ഓക്കെ അല്ല വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കോ 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 ഓടിക്കോ. അപ്പോൾ ഗൈസ്, അപ്പോൾ കാസർഗോഡ് അല്ലേ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ട്രെയിനത്തെ വിശേഷങ്ങളൊന്നും വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ ടയർഡായി പോയി, നമ്മൾ ഉറങ്ങിപ്പോയി, ഉറങ്ങിയിരുന്നു. എല്ലാവരും ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വ്ളോഗ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഒരുപാട് നല്ല മൊമെന്റ്സ്. സോ ഒറ്റ കാര്യം പറയാനുള്ളൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഇനിയും ഇതുപോലെ വ്ളോഗ് അല്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ ആയിട്ട് അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ